എനിക്ക് തോന്നിയിട്ടുള്ളതേ, ഞങ്ങൾ 90 കിഡ്സ് ആണ് ഈ ഭക്ഷണത്തിൽ വന്നുള്ള വ്യത്യാസം അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് കല്യാണം കൂടാൻ വേണ്ടി കാത്തിരുന്നവരാണ് ഞങ്ങൾ. ഇന്ന് കല്യാണപ്പുരയിൽ തന്നെ എത്ര വിഭവങ്ങളാലേ. അപ്പോഴേ ഇന്ന് നമുക്ക് ഈ കല്യാണ ബിരിയാണികളുടെയൊക്കെ സൈഡിലായിട്ട് വിളമ്പുന്ന ഒരു മധുരത്തോടു കൂടിയുള്ള ഒരു അച്ചാറുണ്ട്. അതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പിന്നെ നമ്മൾ ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേർക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ 2 നേന്ത്രപ്പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വേവിച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ അടച്ചു വെക്കുന്നത്. എന്നിട്ടേ അത് കുറച്ചങ്ങ് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നല്ല പോലെ അങ്ങ് ഉടച്ചെടുക്കണം. അതിനുശേഷം വീണ്ടും നമ്മളിത് തുറന്ന് ഇതിലേക്ക് വിനാഗിരിയും കുറച്ച് കായപ്പൊടിയും ചേർക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെയ്ത് നോക്കൂലേ?